ഹോമീസ്, ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് 4 ആണ് കളിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ഈ വീഡിയോയ്ക്ക് ഇച്ചിരി കൂടുതൽ ലെങ്ത്ത് കാണും, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ വീടിൻ്റെ ഫുൾ പണിയും ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഇതാണ്ട് പിന്നെ ഇവിടൊക്കെ ഇത് ചെയ്യാനുണ്ട്. പിന്നെ ഇവിടെ ചെറിയ ബ്ലോസമിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് നമുക്ക് മറ്റേതാക്കണം, ഓക്ട്രീൻ്റെ. ഞാൻ ആക്കിയിട്ട് വന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഫുള്ളും ഓക്ക് ട്രീൻ്റെ ആക്കിയിട്ടുണ്ട്, ലീഫെല്ലാം. ഇനി നമുക്ക് സ്റ്റോൺ ബ്രിക്സ് വെക്കണം മണ്ടയ്ക്ക്, എന്നിട്ടൊരു വലിയൊരിതും. അന്നേരമാണ് ഒരു ഇത് വരുന്നത്. നമുക്ക് ഇങ്ങനെ വയ്ക്കാം. ഇവിടെയൊക്കെ ജനാലയൊന്നുമില്ല. എന്തായാലും ഇതായിരിക്കും നമ്മുടെ വീടിൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്. ഇന്നലത്തെ എപ്പിസോഡിൽ കുറേ ബിൽഡ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ വീഡിയോനെക്കാട്ടിലും ലെങ്ത് ഇന്ന് കൂടുതൽ കാണും. ഇതാണ്ട് പിന്നെ ഞാൻ അയണിൻ്റെ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കി, അയണിൻ്റെ ടൂൾസൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അങ്ങനെ കുറേ ഇത് ചെയ്തായിരുന്നു ഓഫ് ക്യാമറയിൽ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോൺ അടിച്ചിട്ട് നമുക്ക് മറ്റേ സ്റ്റോൺ ബ്രിക്സ് ഉണ്ടാക്കണം. അതുണ്ടാക്കിയാലേ കാര്യം നടക്കത്തുള്ളൂ. ഞാൻ മറ്റേ ആ സ്റ്റെപ്പിൻ്റെ മണ്ടയ്ക്ക് ഒരു റൂഫ് പോലൊരു സാധനം വെച്ചിട്ടില്ല. റൂഫ് വെച്ചിട്ടില്ലെന്നെങ്കിലും നമുക്ക് പറയാം. ഞാനില്ലേ എൻ്റെ ഇൻവെൻട്രി ഒന്ന് ക്ലീൻ ആക്കട്ടെ. അയൺ വെച്ച് എനിക്കിപ്പോൾ വലിയ യൂസൊന്നും വേണ്ട. നമുക്ക് അയൺ എടുത്ത് അതിനകത്ത് വെച്ചേക്കാം. നമുക്കിനി വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റോൺ കട്ടർ ഉണ്ടാക്കണം. അതാണ്ട് അവിടെ സ്റ്റോൺ കട്ടർ ആദ്യം ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം വേണം? അല്ല, അയൺ ആവശ്യമുണ്ട് സ്റ്റോൺ കട്ടറിന്. സ്റ്റോൺ കട്ടർ കാണുന്നില്ല. ഗ്യാപ്പ് ഇടാതെ ഇത് കാണിക്കത്തുള്ളൂ. മൈൻക്രാഫ്റ്റിൽ അങ്ങനെ 3 സ്റ്റോൺ വേണം. സ്റ്റോൺ ഉണ്ടാക്കാൻ നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്ത് അത് ഫർണസ് വെച്ച് ഇത് ഉരുക്കണം, എന്നാലേ സ്റ്റോൺ കിട്ടത്തുള്ളൂ. അതിനാദ്യം 3 സ്റ്റോൺ കണ്ടുപിടിക്കണം. അതിന് കണ്ടുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല. പറഞ്ഞ പോലെ ബാക്കി എൻ്റെ കയ്യിലൊരു കുറച്ചും കൂടെ അയണുണ്ടായിരുന്നു. വശം അങ്ങോട്ട്. ഇത് പുതിയ സീരീസ് ആയതുകൊണ്ട് നമുക്ക് ആർമറൊന്നും ഇല്ല ഇപ്പോൾ. സാധാരണ ഞാൻ മറ്റേ സീരീസിൽ ആർമറൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എനിക്കൊരു ബക്കറ്റും ശവരും ആവശ്യമുണ്ട്. വീടിൻ്റെ ജനല വയ്ക്കുമ്പോൾ ഇത് ആവശ്യം കാണും. പിന്നെ നമ്മുടെ മണ്ടയ്ക്കത്തെ ഫ്ലോർ ഇച്ചിരി ചെറുതായിരിക്കും. അതാണ് മെയിൻ പ്രശ്നം. നമുക്ക് സ്റ്റോണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അതും കൂടെ എടുത്ത് ഇനി നമുക്ക് സ്റ്റോൺ കട്ടർ ഉണ്ടാക്കണം. അയണും ഉണ്ട്. സ്റ്റോൺ കട്ടർ അതാണ്ട് കിട്ടി. ഇനി നമുക്കിത് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കണം. ഇതുകൊണ്ട് വില്ലേജ് കൊണ്ടുവയ്ക്കുമ്പോൾ ഏതെങ്കിലും വില്ലേജ് ഇതിൻ്റെ മണ്ടയ്ക്ക് വന്ന് നിന്നോളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മണ്ടയ്ക്ക് പച്ച കാണിക്കുന്നത്. ഇതിൻ്റെ പച്ച കാണിക്കുന്നതിൻ്റെ അർത്ഥം ഇത് ഏതോ വില്ലേജ് ഇതിൻ്റെ ട്രേഡ് എടുക്കുന്നുണ്ട്, അതായിരിക്കും കാര്യം. അങ്ങനെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് സ്റ്റോൺ ബ്രിക്സ്. ഇനി അത്രയും ആവശ്യമുള്ളൂ. ഇനി ഇത് നമ്മൾ ഇങ്ങനെ വെക്കണം തുരുതുരാന്ന്. ഗൈസ്, ഞാനിത് ഫുള്ളും വെച്ചിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ ബ്ലോക്സ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മണ്ടയ്ക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് വീടുണ്ട്. അതിന് മനസ്സിലാവാൻ വേണ്ടി ഞാനിനി അത് വെച്ചിട്ട് കാണാം. അത് ഫുള്ള് പണിഞ്ഞിട്ട് ഞാൻ കാണിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. ഗൈസ്, ഇത് ഒത്തിരി ലെങ്ത്തുള്ള വീഡിയോ ആയിരുന്നു. മിനിമം ഒരു 30 ലെങ്ത്തെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ 8 മിനിറ്റായി. നമുക്കെന്തായാലും ഇവിടെ ഇതും കൂടെ ചെയ്യാനുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഡിസൈൻ. ഇതിൻ്റെ മണ്ടക്കിനി നമ്മൾ മറ്റേത് വയ്ക്കണം, സ്റ്റെയർസ്. ഇതിൻ്റെ ലാസ്റ്റ് ഒരു സാധനം കയറി വന്ന് ഇത് പൊട്ടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങളെ. പന്ന ക്രീപ്പറായിരുന്നു എൻ്റെ കാരണം. എന്തായാലും ഞാൻ ഓഫ് ക്യാമറയിൽ ഇത് ബിൽഡ് ചെയ്ത് വെച്ചേക്കാം. എന്തായാലും നമുക്ക് ഇവിടെ കുറച്ച് വെള്ളം ഒഴിക്കണം. അതാണ്ട് ആ ഫുഡിൻ്റെ അവിടെ. ഞാൻ ഇവിടെ എന്തിനാണ് വെള്ളം ഒഴിച്ചത്? ഇങ്ങനെ വെള്ളം എടുക്കട്ടെ. ഇനി നമുക്ക് ഈ നൈറ്റ് അങ്ങ് കടന്നേക്കാം. എവിടെ തൊട്ടാലും ഈ വെള്ളം വീഴുക. ഗൈസ്, മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നോ? എവിടെ? മനസ്സിലായില്ല എനിക്ക്. എവിടെ മോൺസ്റ്റേഴ്സ് ഉള്ളത്? ഞാൻ എല്ലാത്തിനും കൊന്നയാണല്ലോ. പിന്നെ ഇവിടെ കൊച്ചു കള്ളന്മാർ ഇതിനകത്തിലുണ്ട് ഗൈസ്. ഈ സാധനത്തിനകത്ത് ഇവിടെ ഫുള്ളും മോൺസ്റ്റേഴ്സാ ഗൈസ്. ഇതിനെല്ലാം ഞാൻ കൊന്നിട്ട് വരാം.
ഗൈസ് ഇതാണ്ട് ഒരു ക്രീപ്പർ കാണിച്ചു വെച്ച പണിയായത്. വീടിൻ്റെ പകുതി കൊണ്ട് കളഞ്ഞു. കഷ്ടപ്പെട്ട് ഞാൻ പണിഞ്ഞതാ. ഗൈസ് നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.